മാനിഫെസ്റ്റേഷൻ ഹിസ്റ്ററി. അതായത് നമ്മൾക്ക് ആദ്യകാലം മുതലുള്ള ഒരു കാര്യം, ഒരു ചരിത്രം അറിയാതെ പോയ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യമായിരുന്നു മാനിഫെസ്റ്റേഷൻ. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇന്ന് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നോക്കാം. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചരിത്രം എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് മുതലേ ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പല രഹസ്യങ്ങൾ അറിയാത്ത പോലെ ഇതും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതിനായിട്ട് രഹസ്യം എന്ന് പറഞ്ഞ ബുക്ക് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതാദ്യമായിട്ട് ഇപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പ്രാക്ടീസ് പറയുമ്പോഴും അതിനെക്കുറിച്ചിട്ട് പറയുമ്പോഴാണ്. പക്ഷെ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. പല ഇതിൽ ചെയ്യാൻ പറയുന്നുണ്ട്, ഫീലിങ്ങോട് ചെയ്യാൻ പറയുന്നുണ്ട്, ഹാപ്പിയോട് ചെയ്യാൻ പറയുന്നുണ്ട്, അല്ല ഇമോഷനോട് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ചെയ്യുന്ന ഒരാൾക്ക് പോലും അറിയില്ല. അപ്പോൾ ഹിസ്റ്ററിയിലേക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഹിന്ദുമതം, ബുദ്ധമതം ഇവരാണ് പ്രധാനമായിട്ടും ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നൊരു വാക്യം കൊണ്ടുവന്നത്. ഈ ഒരു പ്രക്രിയ കൊണ്ടുവന്നവരാണ് പ്രധാനമായിട്ടും ബുദ്ധമതത്തിലുള്ളവരാണ് മെയിനായിട്ട് വരുന്നത്. അതായത് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, പോസിറ്റീവ് തിങ്കിങ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് കരുതപ്പെടുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ടെലപ്പേഴ്സ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാറുണ്ട്. അതായത് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരും അത് ചെയ്യുന്നവരും. ഓക്കെ, അതുപോലെ തന്നെ വിഷ്വലൈസ് വീണ്ടും വീണ്ടും ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്കും ഇത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബലിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇത് ബലിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീക്കിലെ ചില മനുഷ്യരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, തൻ്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലായിക്കൊണ്ട് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഇത് വിശ്വസിച്ചിരുന്നവർ ഗ്രീക്കിലെ ആൾക്കാർ. അപ്പം അതിലൂടെയാണ് നമുക്കിത് കൈമാറി വന്നിട്ടുള്ളത്. അതായത് യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, മലയാളിയോ അല്ലെങ്കിൽ ഇന്ത്യനോ ഒരിക്കലും മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് കാര്യമായിട്ട് പറയുന്നില്ല. ഒരു തത്വചിന്തകൻ എപ്പോഴും പറയുന്നത് വിദേശത്തുള്ള ആൾക്കാരാണ്. അതാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ, അതായത് 1900 സംതിങ്ങിലല്ല, 1800 കാലഘട്ടങ്ങളിലാണ് അമേരിക്കയിൽ ആരംഭിച്ച ന്യൂ തോട്ട് മൂവ്മെന്റ് എന്ന ആശയം വഴിയാണ് ഈ പറഞ്ഞ പോസിറ്റീവ് തിങ്കിങ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഈ സംഭവം അടിസ്ഥാനമാക്കി വരുന്ന മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നത്. പ്രധാനമായിട്ടും ഇവിടെ പോസിറ്റീവ് തിങ്കിങ്, ഫെയ്ത്ത്, മൈൻഡ് പവർ, അട്രാക്ഷൻ ഇതൊക്കെ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ്റെ കൂട്ടത്തിൽ വരുന്ന കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ നമുക്കറിയാം, നമ്മൾ എന്താഗ്രഹിച്ചോ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രപഞ്ചം കൊണ്ടുവരുന്നുള്ള വിശ്വാസമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു, എത്രത്തോളം ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതാണ് ഈ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം അത് ബേസിൽ വരുന്ന കാര്യമാണ് ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ ഇന്നത്തെ കൾച്ചറിലെ ആൾക്കാർക്ക് ഇത് അറിയാനുള്ള മെയിൻ സോഴ്സ് തന്നെയാണ് സോഷ്യൽ മീഡിയ ആകുന്നത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരുപാട് ബുക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് യൂസ്ഫുള്ളാണ്. നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ മാനിഫെസ്റ്റ് ആവാറുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ വിരലിന് തുമ്പിലുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്നില്ലെന്ന് മാത്രം. അപ്പം ഇത്രയാണ് എനിക്ക് മാനിഫെസ്റ്റിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.